അമ്മ ഇട്ട് തരാം. പൊന്നപ്പാ നോക്കട്ടെ നീച്ചക്ക് സൂപ്പറായി നോക്കട്ടെ ഇങ്ങോട്ട് തിരിയും. ഹലോ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടനൊന്ന് നേരത്തെ വന്ന ദിവസമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വായ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന്. കേട്ടതും കേൾക്കാത്ത പാതി ഞാനും മിച്ചുട്ടനും കൂടി ഇതാ റെഡിയാവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഏട്ടനാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല. ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഏട്ടനാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ. അപ്പോൾ അവരെ കൊടുന്ന് ഇറക്കിയ വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലോക്കാക്കി. അങ്ങനെ ആ വണ്ടി പോയി, അതിൻ്റെ പിന്നാലെ ഞങ്ങളും പോയിട്ടോ. പിന്നെ അങ്ങനെ നേരെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോയപ്പോഴാണ് ഇച്ചുക്കുട്ടൻ ഒരു കാര്യം കാണിച്ചു തന്നത് കേട്ടോ. എന്ത് കണ്ടു? വേറെ ഒന്നല്ല, സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർ കണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ സ്റ്റാറൊക്കെ കണ്ട് വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇതാ വീണ്ടും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഇച്ചുട്ടൻ എണ്ണി പഠിക്കാണ് കേട്ടോ. 1, 2 തൊട്ട് 10 വരെ എണ്ണിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ ഒരു ചായക്കടയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരം പോണ കടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യം തന്നെ മുട്ട ബജ്ജി, മുളക് ബജ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പഴംപൊരിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ മുട്ട ബജ്ജി വന്നപ്പോൾ ഇച്ചുക്കുട്ടന് മുട്ട ബജ്ജി വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൊടുക്കുകയാണേ. അങ്ങനെ എൻ്റെ പഴംപൊരി കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ട ബജ്ജി കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അത് ഒന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ കടയിൽ ചെന്നപ്പോൾ ചായയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അടച്ചു പോകാൻ നിൽക്കുകയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിൽ പോയി. അവിടെ ഒരു ബംഗാളി ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് ചായ ഇട്ട് തരികയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇച്ചുക്കുട്ടനെ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ അച്ഛനും കുട്ടിയും കൂടി അതിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. ആദ്യം കുടിച്ച് നോക്കിയപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ആൾക്ക് പിന്നെ എന്ത് കണ്ടാലും അത് വേണം ഇത് വേണമെന്ന് പറയും. പക്ഷേ എന്ത് വാങ്ങിക്കൊടുത്താലും അത് ഒറ്റ വായക്കുള്ളതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ കണ്ണ് അവിടെയുള്ള മിഠായിക്കും ഐസ്ക്രീമിക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യം കണ്ടത് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഐസ്ക്രീം വേണം പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ, നീ ഒന്ന് അടങ്ങിയിരുന്നത് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും എൻ്റെ ചായയും വന്നു. അങ്ങനെ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്നതാ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ പാലും സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും പോയി. നേരെ പോയത് ATMക്കായിരുന്നു. ഏട്ടന് പൈസ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ATM പോയി. അപ്പോൾ ഏട്ടൻ പൈസ എടുക്കുന്ന നേരം കൊണ്ട് ഞങ്ങളിതാ ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് കാട്ടുന്നു അതൊക്കെ ഇച്ചുക്കുട്ടനും കൂടെ കാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പൈസയൊക്കെ എടുത്തു. എൻ്റെ കണ്ണ് മുഴുവനും പൈസയൊക്കെ ആയിരുന്നു കേട്ടോ. ചില്ലറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഞാനത് അടിച്ചു മാറ്റും. എനിക്ക് ഈ പൈസ കൂട്ടി വെക്കണ ഒരു ശീലമുണ്ടേ. അങ്ങനെ ഇതാ കിൻഡർ ജോയും ഒക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ അച്ഛനും മകനും കൂടി അടുത്ത പരിപാടി അതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മിഠായിയൊക്കെ പൊട്ടിച്ച് എനിക്കും ഏട്ടനും ഓരോ സ്പൂണ് വായലൊക്കെ വെച്ചെന്നു കേട്ടോ ആശാൻ. പിന്നെ കുറച്ച് നേരം അതിൻ്റെ പിന്നിലായിട്ടോ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിട്ടോ. ബായ്.